പാക് അധിനിവേശ കശ്മീരിൽ അടിസ്ഥാന അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ നിരായുധരായ സ്വന്തം ജനതയ്ക്ക് നേരെ പാകിസ്ഥാൻ സൈന്യവും റേഞ്ചേഴ്സും ക്രൂരമായ വേട്ടയാടൽ തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം AK-47 തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ പാക് അധിനിവേശ കശ്മീരിൽ നിന്നും അതീവ ഗുരുതരമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി തുടങ്ങിയ ജനകീയ പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുകയാണ് പാകിസ്ഥാന്റെ ഭീകര സൈന്യം. റാവൽകോട്ടിലും ഭീംബറിലും മുസാഫറാബാദിലും ജനങ്ങൾ നടത്തിയ മാർച്ചുകൾക്ക് നേരെ പാക് സുരക്ഷാ സേന യാതൊരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ വെടിവെപ്പും ഷെല്ലാക്രമണവുമാണ് നടത്തിയത്. ഭീകരവാദികളെപ്പോലെ പെരുമാറുന്ന പാക് സൈന്യം നിരായുധരായ സ്ത്രീകളെയും കുട്ടികളെയും പോലും ലക്ഷ്യമിട്ടാണ് വെടിയുതിർത്തത്. അരിയും ഗോതമ്പും അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും വൈദ്യുതി ചാർജ് വർധനവിനെതിരെയുമാണ് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയത്. എന്നാൽ ജനാധിപത്യപരമായ സമരത്തെ തോക്കിൻ മുനയിൽ അടിച്ചമർത്താനാണ് ഇസ്ലാമാബാദിലെ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിനകം 30-ലധികം സാധാരണക്കാർ പാക് സൈന്യത്തിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതായാണ് വിദേശ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ക്രൂരമായ നരനായാട്ടിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. ലണ്ടനിലും ന്യൂസിലൻഡിലും ഉൾപ്പെടെ കാശ്മീരി പ്രവാസികൾ പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന അതിക്രമങ്ങളെ ഭാരതവും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ മണ്ണിൽ നടത്തുന്ന ഈ അടിച്ചമർത്തൽ അവസാനിപ്പിക്കണമെന്ന് ഡൽഹി ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ തകർച്ചയുടെയും അധിനിവേശ കശ്മീരിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെയും തുടക്കമാണ് ഈ ജനകീയ വിപ്ലവമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനം, ഡൽഹി.